നീന്തിക്കരയിൽ എവിടെ എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. എന്താ പ്രശ്നം എന്നുള്ളത് അറിയില്ല. വർക്കിംഗ് പ്രഷർ ആ ഒരു ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. വേറെ ഫാമിലി വൈസ് ഒരു പ്രശ്നവും ഇല്ലാത്ത ആളാണ്. കക്കോടി മോരിക്കര സ്വദേശിയായ കപ്പൽ ജീവനക്കാരൻ വിൻഷാറിനെ മെഡിറ്ററേനിയൻ കടലിൽ കാണാതായിട്ട് ഇന്നേക്ക് 5-ാമത്തെ ദിവസമാണ്. വിൻഷാറിൻ്റെ ഭാര്യ നീതു നമ്മളോടൊപ്പം ചേരുകയാണ്. വ്യാഴാഴ്ച എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു 10:30 അപ്പോൾ ആൾ കുറച്ച് ടെൻസ്ഡായിരുന്നു വിളിച്ച സമയത്ത്. അല്ലെങ്കിൽ ഈ പുതിയ ഷിപ്പിലോട്ട് പോയപ്പോൾ തൊട്ടേ ആൾ കുറച്ച് ടെൻസ്ഡായിരുന്നു. വിളിക്കുമ്പോൾ അവിടെ ഭയങ്കര വർക്കിംഗ് പ്രഷറാണ് അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ ഈ വീക്ക് വരാനിരിക്കുകയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചിട്ടും ആൾ ഫോൺ എടുക്കുന്നില്ല. വൈകുന്നേരമായിട്ടും അത്രയും മിസ് കോൾ കണ്ടാൽ തിരിച്ച് വിളിക്കണ്ട, പക്ഷേ മിസ് കോൾ ഇട്ട് കാണുന്നില്ല, ഓൺലൈനിൽ ഇല്ല ആൾ. അപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനായി. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് ഏട്ടനെ ഇൻഫോം ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് ഏട്ടനും പറഞ്ഞു ഞാനും വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, ഓൺലൈനിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്താ ആരെയാണ് വിളിക്കുന്നത്? ഇപ്പോൾ ഈ പുതിയ ഷിപ്പിൽ നമുക്ക് അറിയുന്ന ആരുമില്ല. കാരണം ഈ കോൺട്രാക്റ്റിൽ പോയതല്ലേ, അറിയുന്ന ആരുമില്ല. രാത്രി ഒരു 9:30 ആയപ്പോഴാണ് കാമാക്ഷിന്ന് വിളിച്ച് പറയുന്നത് ഇങ്ങനെ മിസ്സായിട്ടുണ്ട്, കടലിലാണ് മിസ്സായത്, സെർച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. ആ ഒരു ഇൻഫർമേഷൻ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. വേറെ ഒരു അപ്ഡേഷനും അറിയില്ല. കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഒരു മെയിലോ കോളോ വന്നിട്ടില്ല. 13-14 വർഷമായിട്ട് ഈ സെയിം കമ്പനി തന്നെയാണ്. ഓരോ 3-4 വർഷം കൂടുമ്പം ഷിപ്പ് മാറാറുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 6 വർഷം ഒരു ഷിപ്പിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ കോൺട്രാക്റ്റിൽ ഷിപ്പ് മാറിയിട്ടുണ്ട്. മാറിയതിന് ശേഷമാണോ ഈ വർക്ക് പ്രഷറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞത്? ഇങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ പറയാൻ തുടങ്ങിയത് ഈ പുതിയ ഷിപ്പിൽ വന്നതിന് ശേഷമാണ്. പിന്നെ ആളങ്ങനെ ഒന്നും തുറന്ന് പറയുന്നുമില്ല. പ്രഷറാണ് അങ്ങനെയൊക്കെ. പക്ഷെ അത് ഞാനത്ര കാര്യമാക്കി എടുത്തിട്ടുമില്ല. കാരണം ഇത്ര കാലമായി ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഷിപ്പിൽ എന്താണെന്നുള്ളത് എനിക്ക് അവിടെ എന്തായിരുന്നു അവിടെ പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല. മതിയാക്കി പോരാൻ അങ്ങനെ എന്തോ പ്ലാൻ ആയിട്ടുണ്ടായിരുന്നോ? ഹസ്ബൻഡ് ആക്ച്വലി ജൂണിലാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമ്പനിക്ക് മെയിൽ അയച്ചിട്ട് അത് 1.5 മാസം മുന്നേ നേരത്തെ വരികയാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമില്ലേ? അപ്പോൾ എന്താണെങ്കിലും നാട്ടിൽ വന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ എന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നോർവീജിയൻ ക്രൂസ് ലൈനിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കമ്പനിയുടെ ഏജൻസി ഉണ്ട് ബോംബെ ബേസിൽ. ആ ഏജൻസിയിൽ നിന്നാണ് വിളിച്ചത്. കമ്പനിയിലോട്ട് നമുക്കങ്ങനെ കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഈ ഷിപ്പിൽ നമുക്ക് അറിയുന്ന ആരുമില്ല. ആക്ച്വലി ആ ഷിപ്പിൽ എന്തായിരുന്നു പ്രശ്നം പോലും ഞങ്ങൾക്ക് അറിയില്ല. പഴയ ഷിപ്പിൽ അറിയുന്ന 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിനോട് ചോദിച്ചു, പക്ഷെ അവരൊക്കെ വേറെ ഷിപ്പിലല്ലേ, അവർക്കൊന്നും ഒരു ഇൻഫർമേഷനും അറിയില്ല. പിന്നെ രണ്ട് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചതാണ്, ചോക്ലേറ്റ് എയർപോർട്ടിൽ നിന്ന് വാങ്ങാം അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ വരാൻ റെഡിയായി നിൽക്കുന്ന ആളല്ലേ. ഞായറാഴ്ച 4:30 എയർപോർട്ടിൽ എത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിനിസ്ട്രി ലെവലിലൊക്കെ ലെറ്റർ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ അറിയാൻ പറ്റിയ ഇൻഫർമേഷൻ സെർച്ചിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് അറിയാൻ പറ്റിയത്. ഇവിടെ MLA MP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. രാഘവ് സാറിൻ്റെ അടുത്തൊക്കെ ലെറ്റർ പോയിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്താൾക്ക് 6 വയസ്സായി, രണ്ടാമത്തെ 1 വയസ്സ് കഴിഞ്ഞു. പറയുന്നത് വെച്ചാൽ ഇങ്ങനെ മിസ്സായിട്ട് കടലിൽ വീണിട്ട് ഒരു 2 hours അവർ നോക്കി. പിന്നുള്ളത് മെക്സിക്കൻ ഒരു റെസ്ക്യൂ ടീമുണ്ട്, അവരെ ഏൽപ്പിച്ച് അവരാണ് ഈ നോക്കിയിട്ട് ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഫർദർ ആ റിപ്പോർട്ട് കിട്ടിയാലാണ് ഫാമിലിക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾ ഏജൻറ് ത്രൂ ഒക്കെ നോക്കിയിട്ട് ഉള്ള ഇൻഫർമേഷൻ. കപ്പലുമായുള്ള എല്ലാ ആശയവിനിമയവും ഏജൻസി വഴിയായതുകൊണ്ട് തന്നെ കപ്പൽ കമ്പനിയുമായി വിൻഷാറിൻ്റെ കുടുംബത്തിനോ ബന്ധുക്കൾക്കോ ഇതുവരെ നേരിട്ട് ബന്ധപ്പെടാനായിട്ടില്ല. ഇതിൽ അടിയന്തര ഇടപെടൽ നടത്തേണ്ടത് കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ടവരുമാണ്. ഉടൻ തന്നെ വിൻഷാറിനെ തിരിച്ചെത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ബന്ധുക്കൾ.